അതൊരു മഴയുള്ള രാത്രിയായിരുന്നു. പുറത്ത് കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ജനലിൽ മഴത്തുള്ളികൾ താളം പിടിക്കുന്നു. ഞാൻ എന്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷേ അന്ന് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞങ്ങളുടെ വീട് ഒരു ചെറിയ കുന്നിൻ ചെരുവിലാണ്. ചുറ്റും കാടാണ്. അടുത്ത വീടുകളിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് രാത്രിയായാൽ നല്ല നിശബ്ദതയാണ്. ആ നിശബ്ദതയെ കീറിമുറിച്ച് കാറ്റിന്റെയും മഴയുടെയും ശബ്ദം മാത്രം. ഞാൻ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട് കട്ടപിടിച്ച് കിടക്കുന്നു. കാടിന്റെ ഭാഗത്തുനിന്ന് ഒരു നേർത്ത വെളിച്ചം മിന്നിമറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം. ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചമായിരിക്കുമെന്ന് ഞാൻ സ്വയം സമാധാനിപ്പിച്ചു. പക്ഷേ ആ വെളിച്ചം വീണ്ടും മിന്നി. ഇത്തവണ കുറച്ചുകൂടി വലുതാണ്. ഒരു ചുവന്ന വെളിച്ചം. എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നി. മിന്നാമിനുങ്ങിന് അങ്ങനെയൊരു ചുവന്ന വെളിച്ചമില്ല. ഞാൻ ജനലിൽ നിന്ന് മാറി കട്ടിലിൽ വന്നിരുന്നു. പുസ്തകം അടച്ചുവെച്ചു. ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ടഗ് ടഗ് ടഗ്. ജനലിൽ ആരോ തട്ടുന്ന ശബ്ദം. ഞാൻ ഞെട്ടിപ്പോയി. ഈ രാത്രിയിൽ, ഈ മഴയത്ത് ആരാണ് ജനലിൽ തട്ടുന്നത്? അതും കാടിന്റെ ഭാഗത്തുള്ള ജനലിൽ. ഞാൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ജനലിന്റെ അടുത്തേക്ക് നടന്നു. ഹൃദയം തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. ജനലിന്റെ കർട്ടൻ പതിയെ മാറ്റി. പുറത്ത് ആരെയും കണ്ടില്ല. കാറ്റിൽ മരങ്ങൾ ആടുന്നുണ്ട്. മഴ ശക്തിയായി പെയ്യുന്നു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ ചുവന്ന വെളിച്ചം വീണ്ടും മിന്നിമറഞ്ഞു. ഇത്തവണ കുറച്ചുകൂടി അടുത്താണ്. കാടിന്റെ അരികിൽ. ഞാൻ കർട്ടൻ തിരികെയിട്ടു. വേഗം കട്ടിലിൽ വന്നിരുന്നു. പുതപ്പ് തലവഴി മൂടി. എനിക്കറിയാം, അത് വെറും തോന്നലായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ശബ്ദം. ടഗ് ടഗ് ടഗ്. ഇത്തവണ ശബ്ദം ജനലിൽ നിന്നായിരുന്നില്ല, വാതിലിൽ നിന്നാണ്. എന്റെ മുറിയുടെ വാതിലിൽ. ഞാൻ പുതപ്പിനുള്ളിൽ നിന്ന് തല പുറത്തിട്ടു. വാതിലിലേക്ക് നോക്കി. വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ശബ്ദം വ്യക്തമായി കേൾക്കാം. ആരോ വാതിലിൽ ശക്തിയായി തട്ടുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നി. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിന്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കരുത് എന്ന് മനസ്സ് പറയുന്നു. പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ അങ്ങോട്ട് വലിക്കുന്ന പോലെ. ഞാൻ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. വാതിലിന്റെ ചെറിയ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടാണ്. ഒന്നും കാണുന്നില്ല. ടഗ് ടഗ് ടഗ്. ശബ്ദം വീണ്ടും. ഇത്തവണ വാതിലിന്റെ മുകൾ ഭാഗത്താണ്. എന്റെ തലയുടെ നേരെ മുകളിൽ. ഞാൻ ഞെട്ടി പിന്നോട്ട് മാറി. അത്രയും ഉയരത്തിൽ ആരാണ് തട്ടുന്നത്? അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. വാതിലിന്റെ താഴെ നേർത്ത ഒരു ചുവന്ന വെളിച്ചം. അത് വാതിലിന്റെ അടിയിലെ വിടവിലൂടെ അകത്തേക്ക് വരുന്നു. ആ വെളിച്ചം പതിയെ മുകളിലേക്ക് നീങ്ങുന്നു. വാതിലിന്റെ മധ്യഭാഗത്തേക്ക്. പിന്നെ എന്റെ കണ്ണുകൾക്ക് നേരെ. എനിക്ക് ശരീരം തണുത്തുറയുന്ന പോലെ തോന്നി. ആ ചുവന്ന വെളിച്ചം വാതിലിന്റെ വിടവിലൂടെ എന്റെ കണ്ണുകളിലേക്ക് തുളച്ചുകയറുന്ന പോലെ. അപ്പോഴാണ് വാതിലിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം കേട്ടത്. ഒരു തേങ്ങൽ പോലെ. എന്നെ അകത്തേക്ക് വിടാമോ? ആ ശബ്ദം. അത് എന്റെ സഹോദരിയുടെ ശബ്ദമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ എന്റെ സഹോദരിയുടെ. ഞാൻ ഭയന്ന് നിലവിളിച്ചു. വാതിലിൽ നിന്ന് പിന്നോട്ട് ഓടി. മുറിയുടെ മൂലയിൽ ചെന്ന് ഭിത്തിയോട് ചേർന്നു നിന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം നിന്നു. ആ ചുവന്ന വെളിച്ചവും അപ്രത്യക്ഷമായി. പുറത്ത് മഴയുടെയും കാറ്റിന്റെയും ശബ്ദം മാത്രം. ഞാൻ ഭിത്തിയോട് ചേർന്ന് കണ്ണടച്ചു നിന്നു. എന്റെ സഹോദരിയുടെ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പതിയെ ഞാൻ കണ്ണു തുറന്നു. വാതിലിലേക്ക് നോക്കി. വാതിൽ അടഞ്ഞുതന്നെ കിടക്കുന്നു. പക്ഷേ വാതിലിന്റെ മധ്യഭാഗത്ത് എന്റെ കണ്ണുകൾക്ക് നേരെ ഒരു ചുവന്ന കൈപ്പാട്. മഴവെള്ളം കൊണ്ട് നനഞ്ഞ ഒരു ചെറിയ കൈപ്പാട്. എന്റെ സഹോദരിയുടെ കൈപ്പാട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ആ കൈപ്പാട് ഇപ്പോഴും എന്റെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു. ആ ചുവന്ന വെളിച്ചം, ആ തേങ്ങൽ. ഇപ്പോഴും മഴയുള്ള രാത്രികളിൽ കാടിന്റെ ഭാഗത്തുനിന്ന് ഒരു ചുവന്ന വെളിച്ചം മിന്നിമറയുമ്പോൾ, എന്റെ വാതിലിൽ ഒരു നേർത്ത തട്ട് കേൾക്കുമ്പോൾ ഞാൻ ഭയക്കും.
കാരണം എനിക്കറിയാം അവൾ വീണ്ടും വരും. എന്നെ അകത്തേക്ക് വിടാൻ പറഞ്ഞ്